ഹരകൃഷ്ണ. പരശുരാമ അവതാരം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സുശീല എന്ന ദിവ്യമായ പശുവിനെയും അവളുടെ കിടാവിനെയും കാർത്തവീര്യാർജുനന്റെ മന്ത്രിയും മറ്റു സേവകന്മാരും ബലമായി പിടിച്ചുകൊണ്ടു പോകുകയും അവർ ജമദഗ്നിയെ കൊന്ന് കാട്ടിത്തള്ളുന്നതുമായിട്ടാണ് കണ്ടത്. വളരെ നേരമായിട്ടും തന്റെ ഭർത്താവിനെ കാണാതെ വന്നതിനാൽ രേണുക ഭർത്താവിനെ അന്വേഷിച്ചിറങ്ങി. അപ്പോഴാണ് കാട്ടിൽ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന തന്റെ ഭർത്താവിനെ കണ്ടത്. അദ്ദേഹത്തിന്റെ തല മടിയിലെടുത്തു വെച്ചുകൊണ്ട് അവർ മാറത്തലച്ച് കലഞ്ഞു. അമ്മയുടെ കരച്ചിൽ കേട്ട് കാടിന്റെ മറ്റൊരു വശത്ത് നിന്ന ഭാർഗവരാമൻ ഓടി വന്നു. തന്റെ ഭർത്താവിന്റെ കൂടെ തനിക്കും മരണശയ്യ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് 21 തവണ രേണുക മാറത്തടിച്ചു. ഒടുവിൽ ഭാർഗവരാമൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, അമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ ദുഃഖം മാറ്റാൻ ഈ മകനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവിനെ ആശ്രമത്തിലെത്തിച്ചു. എന്നിട്ട് ധ്യാനനിരതനായി ഭൃഗുപുത്രനായ ശുക്രാചാര്യരെ മനസ്സിൽ ധ്യാനിച്ചു. ശുക്രാചാര്യർ അവിടെ പ്രത്യക്ഷപ്പെട്ട് മൃതസഞ്ജീവനി മന്ത്രം നൽകി ജമദഗ്നിയെ പുനർജീവിപ്പിച്ചു. എല്ലാവർക്കും സന്തോഷമായി. തന്റെ അമ്മ 21 തവണ മാറത്തടിച്ചതുകൊണ്ട് താൻ 21 വട്ടം ഈ ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത് ദുരാത്മാക്കളായ എല്ലാ ക്ഷത്രിയ രാജാക്കന്മാരെയും വധിക്കുമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. ജമദഗ്നിയെ തന്റെ മന്ത്രിമാരും കൂട്ടരും കൊന്നുവെന്നറിഞ്ഞ കാർത്തവീര്യാർജുനൻ തന്റെ നന്മയും പുണ്യവുമെല്ലാം നഷ്ടമായിരിക്കുന്നു എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് ഉറങ്ങാൻ കിടന്നു. പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.